നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തദ്ദേശ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കേണ്ടി വരുന്നവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, വൈക്കം സ്വദേശി NM താഹ എന്നിവർ നൽകിയ ഹർജികൾ തീർപ്പാക്കിയാണ് കോടതി ഉത്തരവ്. എഴുത്തുകാരനെ പുരസ്കാരത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്ന പ്രവണത അപകടകരമെന്ന് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ. മഴവഞ്ചേരിയിൽ കേരളപ്പിറവി ദിനത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനെ ആദരിച്ചു. പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ വർണ്ണാഭം. കുന്നുകുളം മെയിൻ റോഡ്, മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളികളിൽ നടന്ന പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ബിജുവിന്റെ കരവിരുതിൽ ഈർക്കിളി ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര മാതൃക ഇനി ഗുരുവായൂരപ്പ ഭക്തർക്ക് ദർശന സായുജ്യമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച മാതൃകാ രൂപം ഭക്തർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാൻ ദേവസ്വം തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. എഴുത്തുകാരനെ പുരസ്കാരത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്ന പ്രവണത അപകടകരമെന്ന് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ പറഞ്ഞു. മഴവഞ്ചേരിയിൽ കേരളപ്പിറവി ദിനത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനെ ആദരിക്കുന്ന ചടങ്ങിൽ ഉപഹാര സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രദ്ധിക്കപ്പെടാതെ പോയ മലയാളത്തിലെ കാമ്പുള്ള മുൻനിര എഴുത്തുകാരനാണ് പാങ്ങിൽ ഭാസ്കരനെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ പറഞ്ഞു. പുതൂർ ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M ഹരിദാസ്, സാഹിതി ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ, ചെറുകഥാകൃത്ത് P ശങ്കരനാരായണൻ, സജീവൻ നമ്പ്യത്ത്, കാറളം രാമചന്ദ്രൻ നമ്പ്യാർ, M രഘുനന്ദനൻ എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരന്റെ ധർമ്മം കാലഘട്ടത്തിനനുസരിച്ച് നിർവഹിച്ചതിൽ താൻ സംതൃപ്തനാണെന്ന് മറുപടി പ്രസംഗത്തിൽ പാങ്ങിൽ ഭാസ്കരൻ വ്യക്തമാക്കി. ഡോക്ടർ PP രശ്മി സ്വാഗതവും ബാസി പാങ്ങിൽ നന്ദിയും പറഞ്ഞു. ഒരേ വയസ്സാണ്. 1945 രണ്ടുപേരുടെയും ജന്മവർഷം. ഞങ്ങൾ ഏതാണ്ട് ഒരേ കാലത്ത് എഴുതി തുടങ്ങിയാണ്. കഥയാണ് എഴുതുക, കഥയും നോവലും. ഞാൻ കവിതയാണ് എഴുതുക. അന്യോന്യം ബന്ധപ്പെട്ടിട്ടില്ല, പക്ഷെ അന്യോന്യം അറിയാമെന്നാണ് എനിക്കത് മനസ്സിലാവുകയുണ്ടായി. പാങ്ങിൽ ഭാസ്കരൻ വളരെ കാമ്പുള്ള എഴുത്തുകാരിൽ ഒരാളാണെന്ന് ഒരു ഗുരുവായൂർ കാവിയുടെ നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി റോഡരികിലെ തെങ്ങിലിടിച്ച ഡ്രൈവർക്ക് പരിക്ക്. കുരഞ്ഞൂർ സ്വദേശി വെള്ളറ ജിൻഡോയ്ക്കാണ് പരിക്ക്. കാവിയുടെ LP സ്കൂളിന് മുൻപിൽ രാവിലെ 10:30യോടെയായിരുന്നു അപകടം. എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ തട്ടി നിയന്ത്രണം വിട്ടാണ് ഓട്ടോ ടാക്സി തെങ്ങിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ജിൻഡോയെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കാലിന് പരിക്കേറ്റ ഇയാളെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിനിടയാക്കിയ ശേഷം നിർത്താതെ പോയ ഓട്ടോറിക്ഷ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തിക്കിടയാക്കി. തെക്കേ നടയിലെ കൂവളത്തിന് സമീപം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പാമ്പിനെ കണ്ടത്. ദർശനത്തിനും പ്രസാദം വാങ്ങാനുമായി ഭക്തർ വരിനിൽക്കുന്നതിന് സമീപത്തുകൂടെയാണ് പാമ്പ് ഇഴഞ്ഞു പോയത്. ഭക്തർ പരിഭ്രമിച്ചതോടെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ M സച്ചിദാനന്ദന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കി. ഏകാദശി വിളക്ക് നടക്കുന്നതിനാലും അവധി ദിവസമായതിനാലും ഭക്തരുടെ വലിയ തിരക്കുണ്ടായിരുന്നു. ദേവസ്വം അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി. വിഷമില്ലാത്ത വെള്ളിവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണിതെന്ന് പ്രബീഷ് പറഞ്ഞു. തിടപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന ചകിരിയോടൊപ്പമാണ് പാമ്പ് എത്തിയതെന്ന് കരുതുന്നു. പാമ്പിനെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123 ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരവും കുർബാനയും നടന്നു. വൈകിട്ട് 6:55 ആത്മീയ ഘോഷയാത്രയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകി.
വൈകിട്ട് 7 മണിക്ക് നടന്ന സന്ധ്യാ നമസ്കാരത്തിന് ഓർത്തഡോക്സ് സഭ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ സ്തെഫാനോസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേവാലയം ചുറ്റി റാസായുമുണ്ടായി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ രാത്രി പെരുന്നാളാഘോഷം ആരംഭിച്ച് നാട്ടുപ്രദക്ഷിണം നടത്തി പുലർച്ചെയോടെ ദേവാലയത്തിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 6-ന് കുരിശുപള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും ഉണ്ടായി. രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരവും എബ്രഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികനായി 3-ന്മേൽ കുർബാനയും നടന്നു. തുടർന്ന് പരുമല തിരുമേനി അനുസ്മരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവുമുണ്ടായി. ഉച്ചയ്ക്ക് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി പള്ളിയിൽ എത്തിച്ചേർന്നു. ബാൻഡ് വാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പുകൾക്ക് കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ അകമ്പടിയായി. 6 മണിക്ക് നടക്കുന്ന റാസായ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി നേർച്ച ഭക്ഷണ വിതരണം ചെയ്തു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ മാത്യൂസ് കെ ബർസൗമ, കൈസ്ഥാനി TI ഉല്ലാസ്, സെക്രട്ടറി CK ബാബു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. പെരുന്നാൾ ആഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. കുന്നംകുളം മെയിൻ റോഡ് പള്ളി പെരുന്നാൾ ആഘോഷത്തിനിടെ രാത്രി പെരുന്നാളിനിടെ കുറുക്കൻപാറയിൽ വെച്ച് CPM പ്രവർത്തകർ ഉൾപ്പെട്ട 5 പേരെ അകാരണമായി പോലീസ് മർദ്ദിച്ചുവെന്ന ആരോപണവുമായി CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി രംഗത്ത്. SI വൈശാഖിന്റെ നേതൃത്വത്തിലാണ് മർദ്ദനമെന്നും CPM ആരോപിച്ചു. 2024-ൽ നഗരസഭാ കൗൺസിലറെ പോലീസ് മർദ്ദിച്ചിരുന്നുവെന്നും 2025 ജനുവരിയിൽ പാർക്കാടി ക്ഷേത്ര മഹോത്സവം, ഫെബ്രുവരിയിൽ ചീരംകുളം പൂരം, അടുപ്പുട്ടി പള്ളി പെരുന്നാൾ എന്നീ ആഘോഷങ്ങൾക്കിടയിലും ഇതേ SI നിരപരാധികളെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നുവെന്നും കർശന നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകുമെന്നും ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യപ്രസിദ്ധമായ സുകൃത ഹോമം ആരംഭിച്ചു. 8-ന് സമാപിക്കും. വഴിപാട് ചീട്ടാക്കിയവർക്ക് സമാപന ദിവസം പ്രസാദം നൽകും. ആദ്യമായിട്ടാണ് ഭക്തർക്ക് സുകൃത ഹോമം വഴിപാടാക്കാനുള്ള സൗകര്യമൊരുക്കിയത്. പ്രത്യേക കൗണ്ടറിലൂടെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സുകൃത ഹോമത്തിന്റെ പ്രസാദം നൽകുക. പ്രസാദം വാങ്ങാനെത്തുന്ന ഭക്തർ ഒറിജിനൽ രസീതി കൊണ്ടുവരേണ്ടതാണെന്ന് ദേവസ്വം അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കേണ്ടി വരുന്നവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, വൈക്കം സ്വദേശി NM താഹ എന്നിവർ നൽകിയ ഹർജികൾ തീർപ്പാക്കിയാണ് കോടതിയുടെ ഉത്തരവ്. ആവശ്യക്കാർക്ക് കുടിക്കാൻ വെള്ളം നൽകണം. ബൂത്തിൽ എത്തുന്നതിന് മുമ്പ് തിരക്കുണ്ടോ എന്നറിയാൻ മൊബൈൽ ആപ്പ് തയ്യാറാക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. ബൂത്തുകളേറെയും സ്കൂളിൽ ആയതിനാൽ നിൽക്കുന്നവർക്കായി ബെഞ്ചും കസേരയുമൊക്കെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പരിധിയിൽ യഥാക്രമം 1200, 1500 വോട്ടർമാർക്ക് ഒരു ബൂത്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചത് പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. തിരഞ്ഞെടുപ്പ് വൈകുമെന്നതിനാൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നില്ല. എന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ മതിയായ സമയം ഉറപ്പാക്കും വിധം ബൂത്തുകൾ ക്രമീകരിക്കണം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയുള്ള പോളിംഗ് സമയത്തിൽ ആകെ 660 മിനിറ്റാണ് ഉള്ളത്. ഒരു ബൂത്തിലെ 1200 വോട്ടർമാരും വോട്ട് ചെയ്യാനെത്തിയാൽ ഒരാൾക്ക് 30-40 സെക്കൻഡ് മാത്രമേ ലഭിക്കൂ. ഈ സമയപരിധിക്കുള്ളിൽ വോട്ട് ചെയ്യുന്നത് അസാധ്യമാണെന്ന് കോടതി പറഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്യാനെത്തില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധാരണ സ്വീകാര്യമല്ല. ബൂത്തിൽ എത്തിയതിനു ശേഷം നീണ്ട ക്യൂ കണ്ട് വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങുന്നത് ജനാധിപത്യത്തിന്റെ പരാജയമാണെന്നും കോടതി പറഞ്ഞു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിലെ നെല്ലുവായി അമ്പലം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. 2019-ലെ ഭരണസമിതിയുടെ 10 ലക്ഷം രൂപയും നിലവിലെ ഭരണസമിതിയുടെ 4 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപ ചെലവിലാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ MC ഐജു, മെമ്പർമാരായ NK അജയൻ, സ്വപ്ന പ്രദീപ്, സുധീഷ് പറമ്പിൽ, KB ബബിത, ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് US മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിന്റെ സന്തോഷ സൂചകമായി ലഡു വിതരണം നടത്തി ചലച്ചിത്ര താരം ഇർഷാദ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് തന്റെ ജന്മദേശമായ കേച്ചേരി പട്ടിക്കരയിൽ താരം മധുരം വിതരണം ചെയ്തത്. സിനിമാ താരമായിരിക്കെ തന്നെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞ് ശ്രദ്ധേയനായ നടനാണ് ഇർഷാദ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വേദികളിലും സാംസ്കാരിക വേദികളിലും നിറസാന്നിധ്യമായ ഇർഷാദ് പട്ടിക്കര മേഖലയിലെ CPIM പ്രവർത്തകർക്കൊപ്പമാണ് ലഡു വിതരണം ചെയ്തത്.
ഷൂട്ടിംഗ് തിരക്കിൽ നിന്നൊഴിഞ്ഞ് പട്ടിക്കരയിലെ വസതിയിലെത്തിയ ഇർഷാദിൽ നിന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ദേശാഭിമാനി പത്രത്തിന്റെ വാർഷിക വരിസംഖ്യ ഏറ്റുവാങ്ങി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, MB പ്രവീൺ, PB അനൂപ്, KA സൈഫുദ്ദീൻ എന്നിവരും ജില്ലാ സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു. മരത്തങ്കോട് പള്ളിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാളാണ് 2 ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, വൈകിട്ട് 6:30 സ്കൂൾ കുരിശുപള്ളിയിൽ നിന്ന് പരുമല തിരുമേനിയുടെ ഛായാചിത്രഘോഷയാത്ര പള്ളിയിലെത്തിച്ചേർന്നു. തുടർന്ന് സന്ധ്യാനമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം എന്നിവ നടന്നു. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ രാത്രി പെരുന്നാൾ എഴുന്നള്ളിപ്പ് തുടങ്ങി. ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, ധൂപപ്രാർത്ഥന എന്നിവ നടന്നു. തുടർന്ന് പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ട് 4 പള്ളിയിലെത്തിച്ചേർന്നു. 4:30 അങ്ങാടി ചുറ്റിയുള്ള ഭക്തിനിർഭരമായ കൊടിയും കുരിശും ആശീർവാദവും ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയുമുണ്ടായിരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഹമ്മദാബാദ് ആശ്രമംഗം ഫിലിപ്പോസ് റമ്പാൻ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ സക്കറിയ കൊളന്നൂർ, കൈസ്ഥാനി CS തോമസ്, സെക്രട്ടറി ഗ്രേസി ജോയ്, ഡെക്കറേഷൻ കമ്മിറ്റി കൺവീനർ CK ഗീവർ, ഫുഡ് കമ്മിറ്റി കൺവീനർ VC ജോൺസൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനകൾ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിലെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ സുഭാഷ് ബോസ് ഏകദിന ഉപവാസ സമരം നടത്തി. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിന് സമീപം നടത്തിയ സമരം BDJS കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി തോപ്പിൽ ഷാ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകനായ അജയ് ഘോഷ് ആനായ്ക്കൽ, മുൻ നഗരസഭാ ചെയർമാൻ CV ബേബി എന്നിവരും സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി. അപകടകരമായ മരച്ചില്ലകൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് PTA നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പണം അനുവദിച്ചതോടെ ശനിയാഴ്ച മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റുകയായിരുന്നു. ഒട്ടേറെ വാഹനങ്ങൾ പോകുന്ന റോഡിൽ വാഹനഗതാഗതം നിയന്ത്രിച്ചാണ് മരച്ചില്ലകൾ വെട്ടിമാറ്റിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, PTA പ്രസിഡന്റ് സാബു ഐനൂർ, പഞ്ചായത്ത് അംഗം KT ഷാജൻ, ഫുട്ബോൾ ഫ്രണ്ട്സ് കമ്മിറ്റി പ്രസിഡന്റ് MM വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. വർഷം പഴക്കമുള്ള ചൊവ്വന്നൂർ തത്തപ്പറമ്പ് 89 നമ്പർ അംഗൻവാടി നവീകരിച്ച് തുറന്നു നൽകി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കുള്ള കളിസ്ഥലം, സ്റ്റോർ റൂം, നിലം ടൈലിടൽ എന്നീ പ്രവർത്തികൾക്കായി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരണം പൂർത്തീകരിച്ചത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യാനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രേമൻ, PK ഷബീർ, പ്രിയ സജീഷ്, വാർഡ് കൗൺസിലർ പ്രവീണ ഭവേഷ്, ICDS ഓഫീസർ അനില എന്നിവർ സംസാരിച്ചു. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിമല തിരുമേനിയുടെ 123ാം ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. നവംബർ 8, 9 തീയതികളിലായിട്ടാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ കൊടിയേറ്റം നടത്തി. 8-ാം തീയതി വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരം, തുടർന്ന് വചന സന്ദേശം എന്നിവയും 9-ാം തീയതി രാവിലെ പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയും ഉണ്ടാകും. കൊടിയേറ്റത്തിന് പള്ളി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ബ്രഹ്മകുളം സ്വദേശിനി ഷീജ കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിൽ ഒരു ഭാഗത്തായി ഒരുക്കിയ കരനെൽ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. കരനെൽകൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ കൗൺസിലറും തൈക്കാട് ഫാർമേഴ്സ് ക്ലബ് കോർഡിനേറ്ററുമായ KP റഷീദ് നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ മുൻ കൗൺസിലറും ഫാർമേഴ്സ് ക്ലബ് എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷയായി. ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങളായ VK ഷംസുദ്ദീൻ, ഗഫ്സിയ റസാഖ്, രമണി രവീന്ദ്രൻ,
റുക്കിയ ജമാൽ, മുത്തുണ്ണി അബ്ദുറഹ്മാൻ, അബ്ദുൾ വഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു. വർഷത്തിൽ 365 ദിവസവും കൃഷി നടത്തിവരുന്ന ഷീജ തന്റെ വീട്ടുപറമ്പിലും സമീപത്തെ പറമ്പുകളിലും ജൈവ രീതിയിലാണ് വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. ഏറെ നാളത്തെ ആഗ്രഹത്തിന്റെ ഭാഗമായി ആദ്യമായാണ് കരനെൽ കൃഷി ചെയ്തത്. ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് നെൽകൃഷിക്കായി ഉപയോഗിച്ചിരുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കുന്നംകുളം ട്രഷറിക്ക് മുൻപിൽ പ്രകടനം നടത്തി. തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസം അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ്പ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. സംഘടനാ സംസ്ഥാന കൗൺസിൽ അംഗം TS സുബ്രഹ്മണ്യൻ, നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് M ഹരിദാസൻ, സെക്രട്ടറി AA അബ്ദുൾ മജീദ്, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ PP യേശുദാസ്, KA കൊച്ചുറാണി, AG വർഗീസ്, MS പ്രകാശൻ, KC റെജി, KC ഷീല ടീച്ചർ, സാംസൺ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. മർത്തങ്കോട് ചലച്ചിത്ര കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ പ്രകാശൻ കുഞ്ഞൻ മൂരായിൽ അധ്യക്ഷനായി. റഷീദ് എരുമപ്പെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ, രജനി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഖാദർ ഖാന്റെ ക്വാറന്റൈൻ ഉദ്ഘാടന പ്രദർശനം നടത്തി. ഞാനൊന്നും പറയുന്നില്ല, ഞാനൊരു പോരാത്തനാണല്ലോ. ഈ തിന്നണതും കുടിക്കണതും വല്ലപ്പോഴും ഒരു ബീഡി വലിക്കണതും നീ പണിയെടുത്ത് കൊണ്ടുവരുന്നാണെന്ന് ഞാൻ വിചാരിക്കണായിരുന്നു. തുടർന്ന് നടന്ന ഷോർട്ട് ഫിലിം മത്സരത്തിൽ പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്ത പഴുതാര മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തു. മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിന് പ്രദീപ് നാരായണൻ അർഹനായി. പ്രദീപ് നാരായണൻ സംവിധാനം നിർവഹിച്ച ചൂട്ടുകളിയിലെ അഭിനയത്തിന് രാമനാഥൻ മികച്ച നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. റഷീദ് എരുമപ്പെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച മകൾ എന്ന സിനിമയിൽ അഭിനയത്തിന് ഷിഫ്ന ഷെറിൻ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. ഞാൻ തൂങ്ങിച്ചാവാൻ പോവാ. അയ്യേടാ, തളയുടെ പൂതി കൊള്ളാലോ. പിന്നെ ഇങ്ങടെ ഉണക്കപ്പോണ്ടിന് വേണ്ടി ഞാൻ ജീവൻ കളയാൻ നിൽക്കല്ലേ. കുറച്ചെടുത്ത് എന്തൊക്കെ ഡയലോഗ് അടിച്ചിരുന്ന കക്ഷിയാ. സിനിമ നാടക പ്രവർത്തകരായ ഇന്ദ്രൻ മച്ചാട്, പ്രദീപ് തെക്കുംകര, അനിൽ പരക്കാട് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഗിന്നസ് സത്താർ ആദൂർ പുരസ്കാര പ്രഖ്യാപനം നടത്തി. PK സുബൈർ, ഷെഫീർ അലി, AM മുഹമ്മദ് കുട്ടി, PK അക്ബർ, ഫിറോസ്, മാലിക്, സുഭാഷ് ശിവ, മഹിൻകർ കേച്ചേരി എന്നിവർ പങ്കെടുത്തു. വെസ്റ്റ്മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം സെന്റ് തോമസ് സെമിത്തേരി ചാപ്പലിലേക്ക് നടന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് പരിമല പാമ്പാടി സ്മാരകത്തിൽ വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി ധൂപാർപ്പണം നടത്തി. പൊതുസദ്യയോടെ പെരുന്നാൾ ചടങ്ങുകൾ സമാപിച്ചു. വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, കൈസ്ഥാനി ജോൺ വർഗീസ്, സെക്രട്ടറി സ്റ്റീഫൻ പുലിക്കോട്ടിൽ എന്നിവരടങ്ങിയ കമ്മിറ്റി പെരുന്നാളിന് നേതൃത്വം നൽകി. AB ബിജേഷിന്റെ 16ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി DYFI പഴഞ്ഞി മേഖലാ കമ്മിറ്റി പ്രകടനവും പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും നടത്തി. പഴഞ്ഞി ജയ ബേക്കറി പരിസരത്ത് നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം വിജേഷ് വെട്ടേറ്റ് വീണ് മരിച്ച സ്ഥലത്ത് സമാപിച്ചു. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MN സത്യൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രാവൺ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് UK കൃഷ്ണ, ജില്ലാ കമ്മിറ്റി അംഗം യശ്വന്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VC സാജൻ, KR ബിനോഷ്, KK സുനിൽകുമാർ, മുരളി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി സന്ധ്യ സജിത്ത്, മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ബിജുവിന്റെ കരവിരുതിൽ ഈർക്കിളി ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര മാതൃക ഇനി ഗുരുവായൂരപ്പ ഭക്തർക്ക് ദർശന സായുജ്യമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച മാതൃകാരൂപം ഭക്തർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ ദേവസ്വം തീരുമാനിച്ചു. കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജുവാണ് 6 അടി നീളത്തിലും 4 അടി വീതിയിലുമായി ഈർക്കിലിയിൽ ഗുരുവായൂർ ക്ഷേത്ര മാതൃക നിർമ്മിച്ചത്.
ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തതിനാൽ കേട്ടറിവിന്റെ ബലത്തിലാണ് അകത്തളങ്ങൾ മനോഹരമാക്കിയത്. സിമന്റ് പണിക്കാരനായ ബിജു ജോലി കഴിഞ്ഞെത്തിയാൽ 1 മണിക്കൂർ നിർമ്മാണത്തിനായി നീക്കിവെക്കും. ഇങ്ങനെ 10 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ വാഹനത്തിലാണ് മാതൃകാരൂപം ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തിച്ചത്. ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന സമർപ്പണ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, ക്ഷേത്ര മാനേജർ CR ലജുമോൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വാർണിഷ് അടിച്ച് മനോഹരമാക്കിയ ക്ഷേത്രമാതൃക ഭക്തർക്ക് കാണാനും ഫോട്ടോയെടുക്കാനുമായി വൈകുന്നേരം വരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇത് ചില്ലുകൂട്ടിലാക്കി ക്ഷേത്രത്തിനകത്ത് പ്രദർശിപ്പിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കരിക്കാട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. പൊതുരുത്തി ഞാലിൽ ഐശ്വര്യ നിവാസിൽ സംഘടിപ്പിച്ച സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി ബൈജു അധ്യക്ഷനായി. പ്രസിഡന്റ് P വേണുഗോപാൽ സ്വാഗതവും ഭാരവാഹി ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ ലോഹിതാക്ഷൻ വിഷയാവതരണം നടത്തി. വായനശാല ജോയിന്റ് സെക്രട്ടറി ജാഫർ, ഫിറോസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പഞ്ചാരി മേളത്തിൽ കൊട്ടിക്കയറി സരസ്വതി കലാകേന്ദ്രത്തിലെ കുട്ടികൾ. നിഖിൽ പാവർട്ടിയുടെ ശിക്ഷണത്തിൽ ചെണ്ട അഭ്യസിക്കുന്ന ഇവരിൽ 12 പേർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലും 7 പേർ കാവലക്കാട് ഭഗവതി ക്ഷേത്രത്തിലുമായി അരങ്ങേറ്റം നടത്തിയവരാണ്. ഇവരുടെ സമർപ്പണ മേളമാണ് കേരളപ്പിറവി ദിനത്തിൽ വൈകിട്ട് തലക്കോട്ടുകര ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. 65ഓളം വാദ്യകലാകാരന്മാരുടെ അകമ്പടിയോടെ നടന്ന 3 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ വാദ്യവിസ്മയം ആസ്വദിക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. പെരുമ്പിലാവിൽ കാറും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് മുൻപിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടം. ഇരുദിശയിൽ നിന്നും വന്നിരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നവംബർ 8, 9 തീയതികളിലായി ആഘോഷിക്കുന്ന വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് പള്ളി പെരുന്നാളിന്റെ കൊടിയേറ്റം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ CM എഡ്വി നിർവഹിച്ചു. 8-ാം തീയതി സന്ധ്യയ്ക്ക് 6:30 കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ നിന്ന് പരിമല തിരുമേനിയുടെ ഛായാപടം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വൈശ്ശേരി പള്ളിയിൽ എത്തിച്ചേരുന്നതോടെ സന്ധ്യാ നമസ്കാരം ആരംഭിക്കും. തുടർന്ന് ധൂവപ്രദക്ഷിണവും ധൂവപ്രാർത്ഥനയും ആശീർവാദവും ഉണ്ടാകും. 9-ാം തീയതി രാവിലെ 7:30 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ കുർബാനയും സ്മാരക കുരിശിൽ ധൂവപ്രാർത്ഥനയും കൈമുത്തും തുടർന്ന് നേർച്ച വിളമ്പലും ഉണ്ടാകും. ഉച്ചകഴിഞ്ഞ് 4:30 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ആരംഭിക്കും. പ്രദക്ഷിണത്തിന് ശേഷം ധൂവപ്രാർത്ഥനയും ആശീർവാദവും നേർച്ച വിതരണവും ഉണ്ടാകും. 2 ദിവസങ്ങളിലും പെരുന്നാൾ ആഘോഷ കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ വാദ്യഘോഷ പരിപാടികൾ ഉണ്ടാകും. വികാരി ഫാദർ CM എഡ്വി, കൈസ്ഥാനി KM ജേക്കബ്, സെക്രട്ടറി ജിബിൻ ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിന് കീഴിലുള്ള കപ്പേളകളിലെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ 6:30 വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ നിബിൻ തളിയത്ത് കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം നടന്നു. നവംബർ 8, 9 തീയതികളിലായിട്ടാണ് കപ്പേളയിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ എന്നിവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച സെന്റ് ആന്റണീസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പിനടുത്തു നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് സെന്റ് ആന്റണീസ് റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ആസൂത്രണ സമിതി അംഗം MP താമരൻ, ഗ്രാമപഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ MK ആന്റണി, ജയൻ കോട്നി തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കുടുംബശ്രീ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യൂർ റോഡിലൂടെയും ജവാൻ റോഡിലൂടെയും സഞ്ചരിച്ചിരുന്ന 50ഓളം കുടുംബങ്ങൾക്ക്
മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് ഏറെ സഹായകരമാകുന്നതാണ് സെന്റ് ആന്റണീസ് റോഡ്. ഏകദേശം 8 ലക്ഷം രൂപ ചെലവഴിച്ച് മണ്ണിട്ടുയർത്തി റോഡിന്റെ വശങ്ങൾ കരിങ്കല്ല് ഉപയോഗിച്ച് കെട്ടിയാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSI പള്ളിയിൽ കൊയ്ത്തുത്സവം നടത്തി. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ കൊയ്ത്തുത്സവ സ്തോത്രാർപ്പണ ആരാധന തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് ഫാദർ KC ജോൺ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വികാരി ഫാദർ KC ജോണിന്റെ പ്രാർത്ഥനയോടെ കൊയ്ത്തുത്സവത്തിന് തുടക്കം കുറിച്ചു. ഇടവക വിശ്വാസികൾ ഭവനങ്ങളിൽ നിർത്തിച്ച ആദ്യ ഫലശേഖരം ലേലം വിളി ആവേശകരമായി. സ്ത്രീജന സംഘം, സൺഡേ സ്കൂൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ സ്റ്റാളുകളും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ KC ജോൺ, സെക്രട്ടറി AI വർഗീസ്, കമ്മിറ്റി അംഗം സിൻല ചീരൻ, ഡയോസിസ് കൗൺസിൽ അംഗം റോബർട്ട് തമ്പി എന്നിവർ നേതൃത്വം നൽകി. കളിയിൽ മാത്രമല്ല കാരുണ്യ പ്രവർത്തിയിലും മാതൃകയായി ചൊവ്വനൂർ ക്രിക്കറ്റ് കൂട്ടായ്മ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന ചൊവ്വനൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കാളിയടത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായനിധിയിലേക്ക് 1,40,000 രൂപ നൽകി ക്രിക്കറ്റ് കൂട്ടായ്മ മാതൃക തീർത്തു. ശനിയാഴ്ച വൈകിട്ട് മനോജിന്റെ വീട്ടിലെത്തിയ കൂട്ടായ്മ അംഗങ്ങൾ ടൂർണമെന്റ് നടത്തിയും വാട്സപ്പ് കൂട്ടായ്മ ഗ്രൂപ്പിലൂടെ സമാഹരിച്ചതുമായ തുക ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രസീത് ചികിത്സാ സഹായ സമിതി കൺവീനർ സജി മാസ്റ്റർക്ക് കൈമാറി. ഇതിനുവേണ്ടിച്ച് നമ്മുടെ കുന്നംകുളത്തെ അതുപോലെ ചൊവ്വനൂരത്തെയും ക്രിക്കറ്റ് കൂട്ടായ്മ ഒരു ടൂർണമെന്റ് നടത്തുന്നുണ്ടായി. അതിന്നും അതുപോലെ തന്നെ പിന്നെ ക്രിക്കറ്റ് ഗ്രൂപ്പ് ഉണ്ട് കുന്നംകുളത്ത് ബേസ് ചെയ്തിട്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിലും ഇട്ട് റഹീം, അതുപോലെ റിയാസ്, പിന്നെ യുണൈറ്റഡ് എല്ലാവരും ചൊവ്വനൂരത്തെ ഒരു ക്രിക്കറ്റ് കൂട്ടായ്മ എല്ലാവരും കൂടിയിട്ട് പറ്റാവുന്ന പറ്റാവുന്ന സംഖ്യയാണ് ഇന്നിവിടെ ഇതിന്റെ കൺവീനർ സജി മാസ്റ്റർക്ക് കൊടുത്തത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗേൻ സുറിയാനി പള്ളി പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. നവംബർ 5, 6, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് വികാരി പെരുന്നാൾ കൊടിയേറ്റം നടത്തി. നവംബർ 5, 6, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാളാഘോഷം. ബുധനാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരം, അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്തം, നേർച്ച വിതരണം എന്നിവ നടക്കും. രാത്രി വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. വ്യാഴാഴ്ച രാവിലെ 8 പ്രഭാത പ്രാർത്ഥനയെ തുടർന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് സിറിൽ മോർ ബസേലിയോസ് മെത്രോപ്പൊലീത്ത കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന പകൽ പെരുന്നാൾ വൈകിട്ട് 5 സമാപിക്കും. തുടർന്ന് പള്ളിക്കു ചുറ്റും കൊടിയും സ്ലീബയും, ആശീർവാദം, ശ്ലൈഹിക വാഴ്വ് എന്നിവയ്ക്ക് ശേഷം പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. ശുശ്രൂഷകൾക്ക് സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൊടിയേറ്റത്തിന് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി MV രാജു, ട്രഷറർ ബോബൻ പോൾസി എന്നിവർ നേതൃത്വം നൽകി. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും വൈജ്ഞാനിക സദസ്സും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൈതൃക മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. രഞ്ജിനി വിനോദ് എഴുതിയ ക്ഷേത്ര സഞ്ചാരങ്ങളും കഥകളും എന്ന 5ാമത്തെ പുസ്തകം ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവനാനന്ദ പ്രകാശനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് C രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പൈതൃകം കോർഡിനേറ്റർ രവി ചങ്കത്ത്, സെക്രട്ടറി മധു K നായർ, KK വേലായുധൻ, ഡോക്ടർ KB പ്രഭാകരൻ, മണലൂർ ഗോപിനാഥ്, ശ്രീകുമാർ P നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്ന് BA MS പാസ്സായ എരുമപ്പെട്ടി സ്വദേശിനി നവ്യ വിജയലക്ഷ്മിയെ CPM എരുമപ്പെട്ടി 19ാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് മൊമന്റോ സമ്മാനിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷനായി. TR ഉദയൻ, KK യോഗേഷ്, സൗമ്യ യോഗേഷ്, ഷീബ രാജേഷ്, KP അഖിൽ, ഉഷ മണികണ്ഠൻ, KM റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ കേരളപ്പിറവി വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുന്നംകുളം നഗരസഭ 1ാം വാർഡ് കൗൺസിലർ AS സുജീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക രേഖ അധ്യക്ഷയായി. കുന്നംകുളം AEO A മൊയ്തീൻ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് N ഷനോബ്, നിഹാസ് എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ നടന്ന പുരാവസ്തു പ്രദർശനം ശ്രദ്ധേയമായി. സ്റ്റാഫ് സെക്രട്ടറി മുനീബ പൈക്കാട്ട് സ്വാഗതവും SRG കൺവീനർ ജിഷി നന്ദിയും പറഞ്ഞു. പെരുമ്പ്ലാവ് അൻസാർ വിമൻസ് കോളേജിലെ 2 വിദ്യാർത്ഥികൾ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദത്തിൽ റാങ്കുകൾ സ്വന്തമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദത്തിൽ M ഹന്നത്ത് 4ാം റാങ്ക് കരസ്ഥമാക്കി. ചങ്ങരംകുളം നാരായണിപ്പുഴ മാളിയേക്കൽ ഇല്യാസ് ഹഫ്സത്ത് ദമ്പതികളുടെ മകളാണ്. കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിനിയായ VS തസ്ലിം ഇതേ ബിരുദത്തിൽ തന്നെ 8ാം റാങ്കും സ്വന്തമാക്കി. പെരുമ്പ്ലാവ് മയൂകം റോഡിൽ വാരിക്കുന്നത്ത് ഷെഫീഖ് ഹസീന ദമ്പതികളുടെ മകളാണ്.
റാങ്ക് ജേതാക്കളെ മാനേജ്മെന്റും പ്രിൻസിപ്പാളും അധ്യാപകരും അനുമോദിച്ചു. വിപണി ആർട്ടിക്ക ഐസ്ക്രീം വില്ലേജിന്റെ 5ാമത് ഔട്ട്ലെറ്റ് ഗുരുവായൂർ മാവിൻ ചുവട് പ്രവർത്തനം ആരംഭിച്ചു. ഓൾ കേരള ബേക്സ് അസോസിയേഷൻ പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫ്രാഞ്ചൈസ് ഉടമ ജോസഫ് കെ, ആർട്ടിക് ഐസ്ക്രീം വില്ലേജ് ജനറൽ മാനേജർ മനോജ് ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തൃശൂർ ഈസ്റ്റ് ഫോർട്ട്, വലപ്പാട്, പാവറട്ടി, അരിമ്പൂർ എന്നീ ഔട്ട്ലെറ്റുകൾക്ക് പുറമെ ആർട്ടിക്ക ഐസ്ക്രീം വില്ലേജിന്റെ 5ാമത് ശാഖയാണ് മാവിൻ ചുവട് തുറന്നിരിക്കുന്നത്. ഐസ്ക്രീം പ്രേമികൾക്കായി ശുദ്ധമായ പാലും മിൽക്ക് ക്രീമും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒതന്റിക് പ്രീമിയം ഐസ്ക്രീമുകൾ 25ഓളം വ്യത്യസ്ത ഫ്ലേവറുകളിൽ ലഭ്യമാണ്. കൂടാതെ ഐസ്ക്രീം സൺഡേസ്, സോഫ്റ്റ് സർവ് സൺഡേസ്, സോഫ്റ്റീസ്, ഐസ്ക്രീം ഷേക്സ്, ഫലൂദാസ്, ബബിൾ വാഫിൾസ്, ഫ്രൂട്ട് സാലഡ്സ്, പേസ്ട്രീസ് തുടങ്ങിയവയും ലഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഐസ്ക്രീം സോഫ്റ്റി 1+1 സ്പെഷ്യൽ ഓഫറും അവതരിപ്പിക്കുന്നു. ആർട്ടിക്ക ഐസ്ക്രീം വില്ലേജ്, മാംഗോ ബേക്കറിക്ക് സമീപം, മാവിൻ ചുവട്, ഗുരുവായൂർ. ഫോൺ നമ്പർ 9633377071. ട്രെൻഡിംഗ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചാവക്കാട് ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ആരംഭിച്ചു. ആധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ ശേഖരം തികച്ചും കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. നവംബർ 1 മുതൽ 7 വരെ നടക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയുടെ ഭാഗമായി ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. നമസ്കാരം. ചാവക്കാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചാവക്കാട് ഷോപ്പിൽ നമുക്ക് നവംബർ 1 മുതൽ 7 വരെ ലൈറ്റ് വെയ്റ്റ് ഷോ നടക്കുകയാണ്. എല്ലാ കസ്റ്റമറെയും നമ്മൾ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഒരു ഷോയുടെ ഭാഗമായി തന്നെ ഇപ്പോൾ നിരവധി ഓഫറുകളുണ്ട്. ഇപ്പോഴത്തെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണല്ലോ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. ഈ ആഭരണങ്ങളുടെ ഒരു വിവിധ ശ്രേണി തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും ഈ ഒരു ഷോ കാണുവാനും അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ചർമ്മം ചൂണ്ടൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ആയിരുന്ന ചേനോത്ത് രാജൻ നിര്യാതനായി. സംസ്കാരം നടത്തി ഉഷ ഭാര്യയാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കേണ്ടി വരുന്നവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ബാലചന്ദ്രൻ, വൈക്കം സ്വദേശി NM താഹ എന്നിവർ നൽകിയ ഹർജികൾ തീർപ്പാക്കിയാണ് കോടതി ഉത്തരവ്. എഴുത്തുകാരന് പുരസ്കാരത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്ന പ്രവണത അപകടകരമെന്ന് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെറുവിൽ. മഴുവഞ്ചേരിയിൽ കേരളപ്പിറവി ദിനത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനെ ആദരമൊരുക്കി. പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ വർണ്ണാഭം. കുന്നംകുളം മെയിൻ റോഡ്, മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ നടന്ന പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ബിജുവിന്റെ കരവിരുതിൽ ഈർക്കിളി ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര മാതൃക ഇനി ഗുരുവായൂരപ്പ ഭക്തർക്ക് ദർശന സായുജ്യമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച മാതൃകാരൂപം ഭക്തർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാൻ ദേവസ്വം തീരുമാനം.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.